ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൂമിൻ്റെ അകത്ത്, അതായത് ചെറിയ റൂം ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര റൂമിന് വലിപ്പം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 6 അടി കട്ടിലാണ് നമ്മൾ സാധാരണ നോർമൽ ലെവലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 6 അടി കട്ടിലിൻ്റെ രീതിയിൽ തന്നെ റൂമിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 സൈഡ് ടേബിൾ കൊടുക്കാനുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തു. പിന്നെ അതിൻ്റെ നേരെ, അതായത് കട്ടിലിൻ്റെ തലഭാഗത്ത് തൊട്ട് 180 സെൻറ്റിമീറ്റർ, അതായത് കട്ടിലിൻ്റെ നേരെ നമ്മുടെ നെഞ്ചത്തേക്ക്, നമ്മൾ കിടക്കുമ്പോൾ നെഞ്ചത്തേക്ക് കാറ്റടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 180 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് നമ്മളൊരു ഫാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് റൂമിൻ്റെ സെൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാറ്റുകൾ കാര്യങ്ങൾ കിട്ടാറില്ല. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തലഭാഗത്ത് നിന്ന് 180 സെൻറ്റിമീറ്റർ മാറ്റി നമ്മളൊരു ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തു. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റഡി ടേബിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റഡിയുടെ ഏരിയയിലും കൊടുത്തു. അതൊരു കോർണറിലേക്ക് മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കബോർഡ് സിസ്റ്റം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോകുന്ന, അതായത് റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്ന ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോകുന്ന ഏരിയയിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, അഡ്വാൻസ്ഡ് ആണ്. കാരണം വേറെ ഒന്നുമില്ല, റൂമിന് നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങൾ കിട്ടും. പിന്നെ AC കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു. പിന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, മൊത്തം സീലിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AC നിങ്ങൾ കണ്ടു, അതായത് നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ അകത്ത് പ്രകാശം കിട്ടുന്ന രീതിയിൽ ജനലിൻ്റെ സിസ്റ്റവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഒരു കട്ടിൽ, അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിൾ, അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ കാര്യങ്ങൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയൊരു ടേബിൾ ഇട്ടിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കാര്യങ്ങൾ റൂമിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നേരെ വന്നതിന് ശേഷം റൂമിൽ നിന്ന് നേരെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക്, അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല അടിപൊളി അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. നേരെ നമുക്ക് യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ അവിടെ നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്തു. അപ്പോൾ ആ കബോർഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ, അതായത് കട്ടിലിൻ്റെ ഏരിയകളിലൊക്കെ എപ്പോഴും നീറ്റായിട്ട്, ആ ഏരിയ എപ്പോഴും നീറ്റായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് കയറി ആദ്യമേ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തു. പിന്നെ തൊട്ടപ്പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. അങ്ങേയറ്റത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കും. ഇതും നല്ലൊരു അഡ്വാൻസ്ഡ് ആണ്. അറ്റത്ത് കുളിക്കുന്ന ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാത്റൂം എപ്പോഴും നീറ്റായിട്ടിരിക്കും. കാരണം കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമുക്ക് വെള്ളം കാര്യങ്ങൾ ഒരു ഏരിയയിലേക്ക് വരാതെ ആ ഏരിയ തന്നെ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു, വളരെ സിമ്പിളായിട്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വലിപ്പം വരുന്ന രീതിയിൽ നമുക്ക് റൂം അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 6 അടി കട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് കൂടാതെ തന്നെ നമുക്ക് 2 സൈഡിൽ സൈഡ് ടേബിൾ കാര്യങ്ങൾ കൊടുത്തു. അവിടെ നമ്മുടെ 2 സ്വിച്ചുകൾ, AC സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, പ്ലഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരാവുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നു. അവിടെ ഒരു മിറർ കൊടുത്തു. പിന്നെ കബോർഡ് സിസ്റ്റം കൊടുത്തു. ബാത്റൂമിൻ്റെ എൻട്രൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീലിംഗ് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. എല്ലാ സംവിധാനവും നമ്മുടെ റൂമിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ മെഷർമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.